ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഉത്തർപ്രദേശിലെ മണ്ണിലേക്ക് രാഹുൽ ഗാന്ധിയുടെ വരവിൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, നീറ്റ് വിഷയത്തിലുള്ള പ്രതിഷേധം ആളിക്കത്തിക്കാനാണെങ്കിൽ രണ്ട് അയോധ്യ തട്ടിപ്പ് തന്നെ. പാർലമെന്റിൽ ഉത്തരം നൽകാൻ BJP മടിക്കുന്ന അയോധ്യ വിഷയത്തിൽ അവരുടെ മാളത്തിൽ പോയി കണക്ക് ചോദിക്കാൻ ഒരുങ്ങുകയാണ് രാഹുൽ ഗാന്ധി. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ നെഞ്ചിടിപ്പ് കൂട്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ന് UP-യുടെ മണ്ണിലേക്ക് നേരിട്ടിറങ്ങുകയാണ്. അപ്പോൾ അതൊരു ചെറിയ വരവല്ല എന്ന് മനസ്സിൽ കുറിച്ചോളൂ. കേവലം ഒരു രാഷ്ട്രീയ സന്ദർശനമല്ല ഇത്. ഭരണകൂടത്തിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും രാജ്യമെമ്പാടും കനലായി ജ്വലിച്ചു നിൽക്കുന്ന അയോധ്യ അഴിമതി വിവാദങ്ങൾക്കെതിരെയുമുള്ള വളരെ കൃത്യമായ രാഷ്ട്രീയ പ്രത്യാക്രമണമാണിത്. ഇതുവരെ മതവികാരങ്ങളും വിദ്വേഷ രാഷ്ട്രീയവും മാത്രം ആയുധമാക്കി ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് ബാങ്ക് ഉറപ്പിച്ചിരുന്നവർക്ക് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ UP സന്ദർശനം വലിയൊരു രാഷ്ട്രീയ പ്രഹരമായി മാറുകയാണ്. അയോധ്യയുടെയും ഭക്തരുടെ വിശ്വാസത്തിൻ്റെയും പേരിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകളും ഭൂമി കുംഭകോണങ്ങളും നടത്തിയെന്ന ആരോപണങ്ങൾ ഉയർന്നതോടെ അഴിമതിരഹിത ഭരണമെന്ന BJP-യുടെ പൊള്ളയായ അവകാശവാദങ്ങളുടെ മുഖം മൂടിയാണ് ഇവിടെ അഴിഞ്ഞു വീണത്. ഭക്തരുടെ ആത്മാർത്ഥമായ സംഭാവനകളെപ്പോലും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനും ഉപയോഗിച്ചവർ ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാൻ എക്കാലവും ഉപയോഗിച്ചിരുന്ന ഹിന്ദുത്വ കാർഡിനുമേൽ അഴിമതിയുടെ കറ പുരണ്ടതോടെ BJP നേതൃത്വം ഇപ്പോൾ കടുത്ത ഭയത്തിലാണ്. എന്നാൽ BJP-യുടെ ഈ പതർച്ചയെ കൂടുതൽ ശക്തമായി ആയുധമാക്കാനാണ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം കേവലം അയോധ്യ വിവാദത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സാധാരണ ജനങ്ങളുടെയും യുവാക്കളുടെയും നെഞ്ചെരിയുന്ന യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇന്ന് പ്രയാഗ്രാജിൽ നടക്കുന്ന ഛാത്രോം കി ഗുഞ്ച് അഥവാ വിദ്യാർത്ഥികളുടെ ശബ്ദം എന്ന ജനകീയ പരിപാടിയിലൂടെ UP-യിലെ കോടിക്കണക്കിന് വരുന്ന തൊഴിലില്ലാത്ത യുവാക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് രാഹുൽ ശബ്ദമുയർത്തുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന പരീക്ഷാ പേപ്പർ ചോർച്ചകളും ഉദ്യോഗാർത്ഥികളെ പഞ്ചിക്കുന്ന ഭരണകൂട നയങ്ങളും മൂലം വഴിമുട്ടിയ യുവതലമുറയെ ഒപ്പം നിർത്തിക്കൊണ്ട് BJP-യുടെ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ ഇളക്കുകയാണ് കോൺഗ്രസ്. മതത്തിൻ്റെ പേരിൽ വോട്ട് പിടിക്കുന്നവർക്ക് മുന്നിൽ യുവാക്കളുടെ തൊഴിലും ഭാവി വിദ്യാഭ്യാസവും ഉയർത്തിക്കാട്ടിയുള്ള രാഹുലിൻ്റെ ഈ കൗണ്ടർ സ്ട്രൈക്ക് ഭരണപക്ഷത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതിയിലും ഈ കൂട്ടായ്മയിലും ഭയന്ന UP ഭരണകൂടം പരിപാടി തടയാൻ തരംതാണ കളിയാണ് ആദ്യം കളിച്ചത്. പ്രോഗ്രാം നിശ്ചയിച്ചിരുന്ന ഗ്രൗണ്ടിൻ്റെ അനുമതി ട്രസ്റ്റിനെ കൊണ്ട് റദ്ദാക്കിച്ചതും ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചതും ഇതിൻ്റെ വ്യക്തമായ തെളിവുകളാണ്. ജനവികാരം തങ്ങൾക്കെതിരാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്തരം ഭീരുത്വപരമായ നീക്കങ്ങളിലൂടെ പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദമടിച്ചമർത്താൻ യോഗി സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ സർക്കാരിൻ്റെ എല്ലാ വിലക്കുകളെയും ഭീഷണികളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ജനങ്ങളുടെയും യുവാക്കളുടെയും ശബ്ദം കേൾക്കാൻ തനിക്കാരുടെയും അനുമതി ആവശ്യമില്ല എന്ന ശക്തമായ നിലപാടോടെ രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുമ്പോൾ അത് അഹങ്കാരത്തിൻ്റെ കോട്ടകൾക്ക് മേൽ വീഴുന്ന ശക്തമായ പ്രഹരമാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത ഈ ഘട്ടത്തിൽ സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യം കൂടുതൽ ശക്തമാക്കാനും ഈ മുന്നേറ്റം വഴി സാധിക്കും. ഒരേ സമയം അയോധ്യയിലെ അഴിമതിക്കഥകളും യുവാക്കളുടെ ജീവിതം തകർത്ത ഭരണപരാജയങ്ങളും ജനമധ്യത്തിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ അണിനിരത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കൊന്നും BJP-യെ രക്ഷിക്കാനാകില്ല. അധികാരത്തിൻ്റെ ഹുങ്കിൽ ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് കരുതിയ ഭരണാധികാരികൾക്ക് ഉത്തർപ്രദേശിൻ്റെ മണ്ണിൽ നിന്ന് രാഹുൽ ഗാന്ധി നൽകുന്ന ഈ മുന്നറിയിപ്പ് BJP-യുടെ തകർച്ചയുടെ തുടക്കമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.